ആൾക്കൂട്ടം, അതായത് ടി സിദ്ദിഖിനെ കൂവി വിളിച്ച ആൾക്കൂട്ടം കെ രാജൻ എന്ന് പറയുന്ന മന്ത്രിയെ വരവേൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇരുകരങ്ങളും നീട്ടി അവരെല്ലാം അവരുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ നമ്മൾ ഈ കെ രാജനെ ആ സമയത്ത് കണ്ടിരുന്നു അല്ലേ? അങ്ങനെയുള്ള പല വിഷയങ്ങളിലും വയനാട് പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ എല്ലാം ആ ആളുകളുടെ എല്ലാം കൂട്ടത്തിൽ അവരുടെ ഒരു ജ്യേഷ്ഠനായിട്ടും അവരുടെ ഒരു സഹോദരനായിട്ടും അവരുടെ ഒരു അച്ഛനായിട്ടും ഒരു മുത്തച്ഛനായിട്ടും എല്ലാ രീതിയിലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് കെ രാജൻ അവിടെ നിന്നത്. അപ്പോൾ ടി സിദ്ദിഖ് വീട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ചിട്ട് പോയ ശ്രുതിക്ക് സർക്കാരിന് വീട് നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഒരു സർക്കുലർ നമ്മൾ കണ്ടിരുന്നു. സർക്കുലർ അല്ല, അവരുടെ പത്രസമ്മേളനത്തിനിടയിൽ നമ്മൾ ഒരു വാർത്ത, ഒരു അപ്ഡേഷൻ നമ്മൾ കണ്ടിരുന്നു. അതായത് സർക്കാരിൻ്റെ വീട് വേണ്ട, അതായത് പിണറായി വിജയൻ സഖാവ് തന്നെയാണ് പറഞ്ഞത്, സർക്കാരിൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പദ്ധതിയിൽ കൂടിയുള്ള വീട് എനിക്ക് വേണ്ട, എനിക്ക് കോൺഗ്രസിൻ്റെ വീട് മതി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയൊരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ശ്രുതി എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്കിനി ആ വീട് നൽകാൻ പറ്റില്ല, അതൊരു ധാർഷ്ട്യ